മഴത്തോരു മുമ്പിൽ പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന മുഹൂർത്തം, പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, അതായത് നമ്മുടെ സ്റ്റാൻലി അലീനയ്ക്ക് മുൻപിൽ തോറ്റുകൊടുക്കുകയാണ്, വിട്ടുകൊടുക്കുകയാണ് എന്ന് കാണാൻ കഴിയും. ഒടുവിൽ അലീനയുടെ ഉപവാസം ലക്ഷ്യം കാണുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിവരവും പറഞ്ഞ തിരിച്ചു വരുന്ന സ്റ്റാൻലിയാണെങ്കിൽ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് വരികയാണ് എന്ന് പറയുന്നു. അതായത് സഹോദരന്മാരെ തൻ്റെ കൂടെ നിർത്തുകയാണ് സ്റ്റാൻലി സഹോദരന്മാരുടെ അടുത്ത് എല്ലാ കാര്യവും തുറന്ന് പറയുന്നുണ്ട്. എടാ, അവൾ നമ്മുടെ അമ്മയുടെ പോലെയടാ, അവളുടെ മുഖച്ഛായ നമ്മുടെ അമ്മയുടെ പോലെയടാ എന്നൊക്കെ ഉള്ള എല്ലാ കാര്യവും തുറന്നു പറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല കേട്ടോ. ഇതേ സമയം ഫോട്ടോ സ്റ്റാൻലി കാണിച്ചു കൊടുക്കുമ്പോൾ അവരും ശത്രുത വെടിയുന്നൊരു കാഴ്ച കാണാം. എൻ്റെ മകളെ ആർക്കും ആരുടെ മുൻപിലും വിട്ടുകൊടുക്കാനായിട്ട് താൻ തയ്യാറല്ല, ഒരുക്കമല്ല എന്ന് സ്റ്റാൻലി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി എന്തു തന്നെ സംഭവിച്ചാലും എൻ്റെ മകളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ആരുടെയും വാക്ക് കേൾക്കില്ല എന്ന് സ്റ്റാൻലി പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ ചേട്ടാ, ആ റീത്താമ്മയൊന്നും അടങ്ങിയിരിക്കില്ല, ചേട്ടൻ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ റീത്താമ്മയല്ല മല തന്നെ വന്നാലും എൻ്റെ മോളെ എന്നിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ നിങ്ങൾ ഇത്രയും വേദനിക്കുന്നത് കൊണ്ടും നിങ്ങളിതിൻ്റെ പേരിൽ അപമാനം സഹിക്കുന്നത് കൊണ്ടും നിങ്ങളോട് പറയാനായിട്ട് വന്നതാണ് എന്ന് നമ്മുടെ സ്റ്റാൻലി പറയുകയാണ്. തുടർന്ന് സ്റ്റാൻലി തിരികെ പോകുമ്പോൾ ഞങ്ങളൊരു ദിവസം 5 ഇവിടേക്ക് നമ്മുടെ സ്റ്റാൻലിൻ്റെ കൊളത്തുപുഴയിലേക്ക് വരുന്നുണ്ടെന്നും നമുക്ക് തീർച്ചയായിട്ടും അവിടെ വെച്ച് എല്ലാം പരിചയപ്പെടാം, എല്ലാം ചെയ്യാമെന്ന് പറയുന്നതും കാണാൻ സാധിക്കും. തുടർന്ന് സ്റ്റാൻലി തിരികെ എത്തുന്നുണ്ട്. തിരികെ എത്തിയ സ്റ്റാൻലി അലീനയെ വിളിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും, മോളെ എന്ന്. ഇതേ സമയം അലീന തൻ്റെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ ഓടി വരികയാണെന്ന് കാണാം. ഇനി നീ ഉപവാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കേണ്ടതില്ല. ഈ പപ്പയെ തോൽപ്പിക്കാനല്ലേ നീ ശ്രമിക്കുന്നത്, എങ്കിലതാ പപ്പ തോറ്റു തരികയാണ് എന്ന് പറയുന്നു. എൻ്റെ പൊന്ന് പപ്പ, ഞാൻ പപ്പയെ തോൽപ്പിക്കാനൊന്നുമല്ല ശ്രമിക്കുന്നത്. പപ്പയെ നേരിൻ്റെ മാർഗത്തിലേക്ക്, നന്മയുടെ മാർഗത്തിലേക്ക്, പപ്പയുടെ ഒരു മാറ്റത്തിലേക്കാണ് ഞാൻ പപ്പയെ കൈപിടിച്ച് കയറ്റാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. എന്തായാലും നീ എന്നെ മാറ്റാനല്ലേ ശ്രമിക്കുന്നത്, എങ്കിലിതാ ഈ കേണൽ സ്റ്റാൻലി ജോസഫ് ആദ്യമായി ഒരാളുടെ വാക്ക് കേട്ട് മാറാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അലീനയെ അടുത്തിരുത്തിക്കൊണ്ട് സ്റ്റാൻലി അലീനയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നൊരു കാഴ്ച, അതും കൈകൊണ്ട് വാരിക്കൊടുക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. സ്റ്റാൻലിൻ്റെ ചിട്ടകളും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാനായിട്ട് തുടങ്ങുകയാണ്, അതും അലീനയ്ക്ക് വേണ്ടി എന്ന് നമുക്ക് കാണാം പ്രേക്ഷകരെ. ഒടുവിൽ അലീനയ്ക്ക് വാരിക്കൊടുക്കുന്ന ഈ സമയം നമ്മുടെ അലീനയുടെ കണ്ണുകൾ നിറയുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയാണെങ്കിൽ ഇങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുന്ന അലീനയോട് പറയാണ്, മോളെ നീ കഴിക്ക്, യാതൊരു പ്രശ്നവുമില്ല, പപ്പ ഇനി ഈ വീടും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ചിട്ടയടക്കം നിനക്ക് വിട്ടുതരികയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ വീട് നീ ഭരിച്ചോളൂ എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അലീനയ്ക്ക് ഡബിളല്ല ട്രിപ്പിൾ സന്തോഷമാവുകയാണ്. പപ്പയുടെ മനസ്സ് ഒന്ന് ഇളകണമേ എന്ന് ആലോചിച്ച അലീനയ്ക്ക് മുൻപിൽ വളരെയധികം വലിയ ഒരു ആശയം തുറന്ന് കിടക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം അലീനയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങുകയാണ് എന്നും കാണാം. വല്യപ്പച്ചനാണെങ്കിൽ ഈ മാറ്റങ്ങൾ കണ്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക കേട്ടോ. വല്യപ്പച്ചൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാലിൻ്റെ മാറ്റം ആര് പറഞ്ഞിട്ടും മാറാത്തവൻ മകൾ പറഞ്ഞപ്പോൾ മാറിയത് നോക്കി കണ്ട് അലീനയ്ക്ക് വാരിക്കൊടുക്കുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും.
അപ്പോൾ ചിന്നമ്മയുടെ പണി തുടങ്ങിയെന്ന് നമ്മുടെ അവതക്കുട്ടി പറയാണ്. കൂടാതെ സ്റ്റാലിനെ ഒന്ന് കളിയാക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. എന്നിരുന്നാലും അവർ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്, അവർ സന്തോഷത്തിലാണ് എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് കാണാം. അടിപൊളി എപ്പിസോഡ് വരാനായിട്ട് പോവുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.